മണത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഇത്ര ദിവസം നമുക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല, മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല മഴ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എൻട്രൻസിൽ ഒരു വാട്ടറിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ സ്റ്റോക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ട് പുതിയ അഗ്ലോണിമ പ്ലാന്റ്സ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് വെറൈറ്റീസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് എൻക്വയറി ചെയ്യുന്നതാണ് വിദൂരി, ഫയർ റെഡ്, അതുപോലെ തായ്ലൻഡ് റെഡ്, ഇതെല്ലാം നമ്മുടെ ഇപ്പോൾ സോൾഡ് ഔട്ടാണ്. സോ പുതിയ പ്ലാന്റ്സ് നമുക്ക് നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് വരുന്നതനുസരിച്ച് ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യുമ്പോൾ എല്ലാവരുടെ ഒരു മെയിൻ പ്രോബ്ലമാണ് വാട്ടറിങ്. ഒന്നെങ്കിൽ വെള്ളം കൂടി പോവുക, അതല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റിന് എന്തെങ്കിലും ഡാമേജ് വരാം. അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് എല്ലാവരും നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ പലതും നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് അനുസരിച്ചിട്ട് ഇരിക്കും. ഇപ്പം കൊക്കോപീറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നമുക്കൊരു 3-4 ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുത്താൽ മതി. പക്ഷെ എന്നാലും കൊക്കോപീറ്റ് ആകുമ്പോൾ വെള്ളം നല്ല പോലെ അബ്സോർബ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് ഹോളിനോട് ചെന്നിട്ട് ഭാഗത്ത് കെട്ടി നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും നമ്മൾ ഉത്തമമായിട്ടുള്ളൊരു മീഡിയം എന്ന് പറയുന്നത് ക്ലേ ബോൾസാണ്. ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കായാലും സോയിൽ ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലേ ബോൾസ്. ക്ലേ ബോൾസ് കണ്ട ഇതുപോലെ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടായിരിക്കും ഇതിൽ ഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ ഏതാണോ പോട്ടി മിക്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു 25 അല്ലെങ്കിൽ 30% നമുക്ക് ക്ലേ ബോൾസ് യൂസ് ചെയ്യാം. എല്ലാ ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൂടുതലായിട്ടും അഗ്ലോണിമ പ്ലാന്റ്സിനാണ് യൂസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ആന്തോറി ആയിക്കോട്ടെ, കലാത്തിയ വെറൈറ്റീസ് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൊരു മീഡിയം തന്നെയാണ് ഈ ക്ലേ ബോൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോയിൽ, അതല്ലെങ്കിൽ മണൽ, കൊക്കോപീറ്റ് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കണേക്കാൾ ഒരു 10 മിനിറ്റ് മുപ്പാട് അല്ലെങ്കിൽ ഒരു ഹാഫ് അവർ മുപ്പാട് ജസ്റ്റ് ഇതൊന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകി വാർത്തെടുക്കുക. എന്നിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പോട്ടി മിക്സോ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ വളങ്ങളോ എല്ലാത്തിനും കൂടി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് കൂടുതലായിട്ടും ഇതിൽ അബ്സോർബ് ചെയ്യും. വളങ്ങളായിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ നല്ലപോലെ ഇത് അബ്സോർബ് ചെയ്യും. സോ നമുക്ക് ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ വെള്ളം കൂടിയിട്ട് വരുന്ന പ്ലാന്റ്സിന് ഡാമേജ് നമുക്കൊരു 95% നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് സെയിലിന് സെറ്റായിട്ടുണ്ട്. 1 kg റേറ്റ് വരുന്നത് 200 ആണ്. ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത്. നമുക്ക് ഒരു വട്ടം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അങ്ങനെ പ്ലാന്റ്സിൻ്റെ ഡാമേജ് നമുക്ക് ഭൂരിഭാഗം ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇൻസൈഡ് കേരളമാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത്. പിന്നെ നമുക്കിത് നമ്മുടെ നേഴ്സറിയിൽ വേണമെങ്കിൽ വന്ന് മേടിക്കാം. അതല്ലെങ്കിൽ നമ്മളിവിടുന്ന് സ്പീഡ് പോസ്റ്റ് അല്ലാതല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. 1 kg 200 റുപ്പീസാണ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത്. അതർ സ്റ്റേറ്റ് നമുക്ക് ചാർജ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. പെൻഡിലിരിക്കുന്നത് ഒരു ഹാങ്ങിങ് ബോട്ടിലാണ് കേട്ടോ. ഇത് 1/2 kg ആണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാണ്ടായിരിക്കും. നമുക്ക് ഒരു 1 kg മേടിച്ചാൽ നമുക്കൊരു ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 1/2 kg ആണ് വരുന്നത്. ഇപ്പോൾ 1/2 kg വേണമെങ്കിൽ നമ്മളിവിടെ നിന്ന് സെൻഡ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ 1 kg ആയിട്ടും സെൻഡ് ചെയ്യും. 1/2 kg ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ക്ലേ ബോൾസിന് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ട് നമുക്ക് 100% റിസൾട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. നമ്മളിവിടെ ഇപ്പോൾ പരമാവധി കൊക്കോപീറ്റ് യൂസ് കുറവാണ്. നാര് കൂടുതലുള്ള ചകിരിച്ചോറ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലേ ബോൾസാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് പിന്നെ നമുക്ക് അല്പം നമ്മുടെ പ്ലാന്റ് ഏതാണോ അതനുസരിച്ച് നമുക്ക് ഇവിടുന്ന് അല്പം പോട്ടി മിക്സ്, അത് ഒന്നെങ്കിൽ ചാണകപ്പൊടി ആയിക്കോട്ടെ, ഇൻഡോർ പ്ലാന്റ്സ് അതായത് അഗ്ലോണിമ പ്ലാന്റ്സിനൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫലപ്രദം എന്ന് പറയുന്നത് എല്ലുപൊടിയാണ്. അപ്പോൾ എന്ത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ 25 അല്ലെങ്കിൽ 30% നമുക്ക് ഈ ക്ലേ ബോൾസ് ഒന്ന് യൂസ് ചെയ്യാം. നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ വേണ്ടവരൊന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക്